തിരക്കുള്ള ദിവസമാണ്. സൺഡേസിലാണ് നമുക്ക് എല്ലാവർക്കും ലീവ് കിട്ടുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ സൺഡേ ആണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു നൂലുകെട്ട് ഉണ്ട്. വേറെ ആരുടെ അല്ല, നമ്മുടെ റിജി ചേട്ടൻ്റെ മോളുടെ ആണ് നൂലുകെട്ട്. അപ്പൊ അതിനു വേണ്ടി നമ്മളെല്ലാവരും റെഡി ആയി. കണ്ടില്ലേ, പച്ച, ഞാൻ വൈറ്റ്, അവൻ നീല, അങ്ങനെ പല കോമ്പിനേഷനിലാണ് ഞങ്ങൾ ഇന്ന് വീട്ടില് പോകുന്നത് കേട്ടോ. ഇപ്പൊ 11 മണിക്കല്ലേ കാക്ക ചടങ്ങ്? കറക്റ്റ് 11 മണിക്കായിരുന്നു ചടങ്ങ്. നമ്മളിപ്പോ 12 മണിയായി. അവിടെ ബാക്കി എല്ലാരും വിളിച്ചു, നമുക്ക് തുരുതുരാ കോള് വന്നോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മള് അവിടെ എങ്ങും എത്തിയിട്ടില്ല. നമ്മളിപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. ഇനി ഏത് നേരത്തെ അവിടെ എത്തുന്ന ഒരു പിടുത്തമില്ല. നമുക്ക് ബ്ലോക്ക് എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ മിക്കവാറും 1 മണിയാവും അല്ലേ? സാധ്യതയില്ലേ? സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ കുറേ ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ ഡയറക്റ്റ് സംസാരിച്ച് വ്ലോഗ് എടുക്കണ കാരണം എനിക്കൊരു സംസാരിക്കാനുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ കുറെ വരുന്നുണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ റെഡി ആവുന്നില്ല. എന്തെങ്കിലുമൊക്കെ പിഴവുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ക്ഷമിച്ചേക്കട്ടോ. കുറേ നാളിന് ശേഷം എടുത്തേക്കണ കാരണം ഒരു ഫ്ലോ കിട്ടുന്നില്ല. എവിടെ നിന്ന് തുടങ്ങണം? ഞാൻ കുറേ തവണ ഹലോ 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 പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ പെട്രോൾ അടിക്കാൻ കയറുക. ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാട്ടാ. അങ്ങനെ പെട്രോളൊക്കെ അടിച്ച് കഴിഞ്ഞു. ആ സമയം കൊണ്ട് കാക്കൻ്റെ അടുത്ത് തള്ളു കുറച്ച് നിർത്തിയിട്ട് നല്ല വർത്താനൊന്ന് കുറച്ച് പറയാൻ പറ്റുമോ, കാര്യം ഒന്ന് പറയാൻ പറ്റുമോ? അപ്പൊ നമ്മൾ എന്തായാലും ഇനി പറൂരാ പോകുന്നത്. നമുക്ക് അവിടെയാണ് ഫംഗ്ഷൻ വരുന്നത്. അപ്പൊ അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പൊ കൊറേ അപ്പോ വരുന്നുണ്ടല്ലേ? അപ്പൊ നിങ്ങക്ക് ബോറടിക്കും. എന്നാലും നിങ്ങക്ക് ഇനി അവിടെ ചെന്നിട്ടുള്ള ബാക്കി പരിപാടികൾ കാണാം. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി. കാർ പാർക്ക് ചെയ്യാണ്. നമ്മളിവിടെ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ദേവമണ്ഡപം എന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിലായിരുന്നു. ചേട്ടൻ്റെ നിശ്ചയവും ഇവിടെ തന്നെയായിരുന്നു. അത് കാരണം നമുക്ക് വലിയ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായില്ല. നമ്മൾ ഡയറക്റ്റ് വഴി, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിൾ മാപ്പ് വഴി തപ്പിയാണ്. പിന്നെ നമ്മൾ ഇത്രയും നേരത്തെ എത്തിയതിന് എല്ലാവരുടെയും വക ആട്ടലും ഒക്കെ കേട്ടതിന് ശേഷമാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലൊന്ന് സ്വസ്ഥതയിൽ നിൽക്കുന്നത് കേട്ടോ. നിങ്ങളെ കണ്ട പോലെ തന്നെ ഇവരെ കണ്ടിട്ട് ഞാൻ കുറേ നാളായി. അത് കാരണം ചെന്നതിന് ശേഷം ആകെ കലപിലയായിരുന്നു. കുറേ വർത്താനം പറിച്ചിലും ഒച്ചപ്പാടും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ സെൽഫ് ഇൻട്രോ ഒക്കെ കഴിഞ്ഞ് ഇവനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. ഇവർ പുറത്താണ്. ചേച്ചിനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇവർ നാട്ടിൽ വന്നേക്കുന്നതാണ്. അതാണ് ഫംഗ്ഷന് എത്തിയത് കേട്ടോ. അങ്ങനെ നിങ്ങൾ ഞാൻ ഡെക്കറേഷൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ, അത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഡെക്കറേഷൻ. അങ്ങനെ ഫോട്ടോ എടുക്കലും ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞോടുകൂടി നമ്മളെല്ലാവരും ഒരു സൈഡിലേക്ക് ഒതുങ്ങി കേട്ടോ. ഈ കല്യാണ വീടുകളിലും ഫങ്ഷൻസിനൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു സെറ്റ് ഉണ്ടാവും. അതായത് ഏതെങ്കിലും മൂലക്ക് ഇതുപോലെ വട്ടമേശ സമ്മേളനം ഇട്ടിരിക്കുന്ന അന്നായിരിക്കും നമ്മൾ എല്ലാവരും കാണുന്നത് അന്നായിരിക്കും. അപ്പോൾ എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് ഞാൻ അതിൻ്റെ ഇടയിൽ റോക്കി ചേട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുത്ത് നൈസായിട്ട് എൻ്റെ മാത്രം വീഡിയോ എടുക്കുന്നു പറഞ്ഞ് കൊടുത്താണ് കേട്ടോ. ബാക്കി ആരും
ഒന്നും ശ്രദ്ധിക്കാനുള്ള, എല്ലാവരും നല്ല മുടിഞ്ഞ വർത്താനത്തിലാണ്. വേറെ ഒന്നും ഈ നമ്മൾ വീഡിയോ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന ഒന്നും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഏകദേശം പരിപാടിയൊക്കെ ഇന്നത്തെ സെറ്റായിട്ടുണ്ട്. ഞങ്ങൾ അത്യാവശ്യമൊക്കെ തള്ളു പറഞ്ഞ് ഇനി വീട്ടിലേക്ക് പോകാം എന്ന രീതിക്കായി. ആ നേരം കൊണ്ട് മോളും ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ആള് കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമിൽ കുറച്ച് കരഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ കുഴപ്പമില്ല, അതേ കാക്ക മോളെയൊക്കെ കൊണ്ടുപോയി ആക്കാൻ പോവുകയാണ്. ഞാനും മോനും ഉണ്ടായിട്ടോ ഇവിടെ. മോൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ മഴയുണ്ടായിരുന്നു, ഇന്ന് രാവിലെ മഴയുണ്ടായിരുന്നു. അത് കാരണം എല്ലായിടത്തും വെള്ളമാണ്. അവനാണെങ്കിൽ നൈസായിട്ട് എല്ലാ വെള്ളത്തിലും ചാടി ഇപ്പോൾ ചെളിയായി ഇരിക്കുകയാണ്. ഞാനൊന്നും മതിലിൽ കയറ്റി ഇരുത്തിയേക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടി ഏതെങ്കിലും ചെളിയിൽ വീഴുകയാണ്. ഇനി വീട്ടിൽ ചെന്നിട്ടാണോ ഇതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കുളിപ്പിച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് ഇരുത്തിയേക്കേ, കണ്ടില്ലേ, ആകെ ചെളിയാണ്. അങ്ങനെയൊക്കെ ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയത്. വേറെന്തൊക്കെയാക്ക ഇന്ന് കുടുംബശ്രീ ഉണ്ട്. ഞാൻ നൈസായിട്ട് ലീവ് എടുത്ത് കല്യാണ വീടാണ് പരിപാടി. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ ഇവിടെ യാതൊരു മനുഷ്യന്മാരും ആരും ഉണ്ടായില്ല കേട്ടോ. ഇപ്പൊ വൈകുന്നേരത്തെ പരിപാടിയായിട്ടായിരുന്നു അല്ലേ. ഫുൾ കാറൊക്കെ വന്നിട്ടുണ്ട്. അങ്ങോട്ട് പോയപ്പോ ഉള്ളു ആരും ഉണ്ടായില്ല. പക്ഷെ അറേഞ്ച്മെന്റ്സ് ചെയ്തേക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ചെന്നിട്ട് എനിക്കൊന്ന് ഉറങ്ങണം. അതിൻ്റെ ഇടയിൽ എനിക്ക് കണ്ണിന് ചെറിയ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. ഇപ്പൊ കണ്ണിൽ വയ്ക്കാനുള്ള മരുന്നും കൊണ്ട് നടക്കുന്നത് അല്ലേ. അതെ, എൻ്റെ ഇപ്പം ആരാ ഹോം നേഴ്സ് എൻ്റെ കെട്ടിയവനാണ്. ഡെയിലി 2, 3, 4 തവണയൊക്കെ കഴിക്കാനുണ്ട്. 2 മണിക്കൂർ കൂടുമ്പോൾ ഇപ്പോൾ കണ്ണിൽ മരുന്ന് കഴിക്കാനുണ്ട്. ഇക്കാക്കാനെ ഞാൻ അങ്ങോട്ട് സെറ്റ് ചെയ്ത്. എന്ത് തോന്നുന്നു കാക്കാക്ക് ഇച്ചിരി കുറച്ചു നേരം ഞാൻ കണ്ണടിച്ചിരിക്കണായിരുന്നു. കാക്കാക്ക് ഇച്ചിരി സമാധാനമുണ്ട് അല്ലേ. എന്ത്